ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഇന്ന് നമുക്ക് 2ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് യൂണിറ്റ് 2 ഹൈഡ് ആൻഡ് സീക്ക് എന്ന പാഠത്തിലെ ആക്ടിവിറ്റീസ് പഠിക്കാം. ആദ്യം കൗണ്ട് ആൻഡ് പ്ലേ എന്ന ആക്ടിവിറ്റി നോക്കാം. നിയയും ജാൻവിയും അവരുടെ ഫ്രണ്ട്സിനൊപ്പം ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ്. ജാൻവി മരത്തിന്റെ അടുത്തുനിന്ന് നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്നു. അവൾ പറയുന്നു 13, 14, 15, 16, 27, 28, 29, 30. കുട്ടികളെ, ജാൻവി എല്ലാ നമ്പേഴ്സും ശരിയായിട്ടാണോ പറഞ്ഞത്? അല്ല, അവൾ ചില നമ്പേഴ്സ് വിട്ടുപോയി. 16 കഴിഞ്ഞ് 17 ആണ് വരേണ്ടത്. അതിനുശേഷം 18, 19, 20, 21, 22, 23, 24, 25, 26 എന്നിവ വരണം. അതുകൊണ്ട് ജാൻവി സ്കിപ്പ് ചെയ്ത നമ്പേഴ്സ് ഇവയാണ്: 17, 18, 19, 20, 21, 22, 23, 24, 25 and 26. ഇനി ജാൻവിതെ ആദ്യം കണ്ടെത്തിയത് നീയാണ്. അതുകൊണ്ട് ഇനി നീയെ കൗണ്ട് ചെയ്യണം. 30 മുതൽ ബാക്ക്വേർഡായി കൗണ്ട് ചെയ്യാം. 30, 29, 28, 27, 26, 25, 24, 23, 22, 21, 20, 19, 18, 17, 16, 15, 14 and 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. വെരി ഗുഡ് ചിൽഡ്രൻ. ഇനി അടുത്ത ചിത്രം നോക്കാം. നിയയും ഫ്രണ്ട്സും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡിൽ നിന്നൊരു ശബ്ദം കേട്ടു. അവർ റോഡിലേക്ക് നോക്കി. സാബു ബ്രദറിന്റെ സ്കൂട്ടറിന്റെ അടുത്ത് പഴങ്ങൾ നിറച്ച ബാഗ് മറിഞ്ഞു കിടക്കുകയായിരുന്നു. ആപ്പിൾസ്, മാംഗോസ്, ഓറഞ്ചസ് എന്നിവ റോഡിൽ ചിതറിക്കിടന്നു. സാബു ബ്രദർ പറഞ്ഞു, "ഇറ്റ്സ് ഓക്കെ, ദ ബാഗ് വാസ് ജസ്റ്റ് നോക്ക്ഡ് ഓവർ." കുട്ടികൾ പറഞ്ഞു, "വി വിൽ ഹെൽപ്പ്." അവർ റോഡിൽ കിടന്ന പഴങ്ങൾ ഓരോന്നായി എടുത്ത് ബാഗിലിട്ടു. മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരു നല്ല ശീലമാണ്. ദേ പുട്ട് ഓൾ ദ ഫ്രൂട്ട്സ് ഇൻ ടു ദ ബാഗ്. നിയ കൗണ്ടഡ് ഈച്ച് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്. ഇനി ഓരോ തരത്തിലുള്ള ഫ്രൂട്ട്സും കൗണ്ട് ചെയ്യാം. ആദ്യം ആപ്പിൾസ് എണ്ണാം. ഓരോ വലിയ ഗ്രൂപ്പിലും 10 ആപ്പിൾസ് വീതമുണ്ട്. 4 വലിയ ഗ്രൂപ്പ്സ് ഉണ്ട്. 10 + 10 + 10 + 10 is 40. അതോടൊപ്പം 2 ആപ്പിൾസ് കൂടിയുണ്ട്. 40 + 2 is 42. അതുകൊണ്ട് ആപ്പിൾസിന്റെ എണ്ണം 42 ആണ്. ഇനി മാംഗോസ് എണ്ണാം. ഓരോ വലിയ ഗ്രൂപ്പിലും 10 മാംഗോസ് വീതമുണ്ട്. 5 വലിയ ഗ്രൂപ്പ്സ് ഉണ്ട്. 10 + 10 + 10 + 10 + 10 is 50. അതോടൊപ്പം 4 മാംഗോസ് കൂടിയുണ്ട്. 50 + 4 is 54. അതുകൊണ്ട് മാംഗോസിന്റെ എണ്ണം 54 ആണ്. ഇനി ഓറഞ്ചസ് എണ്ണാം. ഓരോ വലിയ ഗ്രൂപ്പിലും 10 ഓറഞ്ചസ് വീതമുണ്ട്. 3 വലിയ ഗ്രൂപ്പ്സ് ഉണ്ട്. 10 + 10 + 10 is 30. അതോടൊപ്പം 4 ഓറഞ്ചസ് കൂടിയുണ്ട്. 30 + 4 is 34. അതുകൊണ്ട് ഓറഞ്ചസിന്റെ എണ്ണം 34 ആണ്. നമുക്ക് ആൻസേഴ്സ് ഒരിക്കൽ കൂടി പറയാം. ആപ്പിൾസ് 42, മാംഗോസ് 54, ഓറഞ്ചസ് 34. മാംഗോസും ഓറഞ്ചസും എല്ലാം അവർക്ക് കിട്ടി. പക്ഷെ ആപ്പിൾസ് എല്ലാം കിട്ടിയില്ല. ആകെ 45 ആപ്പിൾസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടിയത് 42 ആപ്പിൾസ് ആണ്. ഇനി എത്ര ആപ്പിൾസ് കൂടി കണ്ടെത്തണം? 45 - 42 is 3. അതുകൊണ്ട് ഇനി 3 ആപ്പിൾസ് കൂടി കണ്ടെത്തണം. ഈ നമ്പേഴ്സിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 42, 54, 34 എന്നിവയിൽ ലാർജസ്റ്റ് നമ്പർ 54 ആണ്. സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? സ്മോളസ്റ്റ് നമ്പർ 34 ആണ്. ഓറഞ്ചസിനേക്കാൾ എത്ര ആപ്പിൾസ് കൂടുതലുണ്ട്? 42 - 34 is 8. അതുകൊണ്ട് ഓറഞ്ചസിനേക്കാൾ 8 ആപ്പിൾസ് കൂടുതലുണ്ട്. ഇനി നമ്പർ ഗെയിം നോക്കാം. സോഹനും നിയയും ഒരു നമ്പർ ഗെയിം കളിക്കുകയാണ്. ഫസ്റ്റ് ഗെയിമിൽ സോഹൻ ഗോട്ട് 40 പോയിന്റ്സ്. നിയ ഗോട്ട് 7 പോയിന്റ്സ് മോർ ദാൻ സോഹൻ. മോർ എന്നത് കൂടുതൽ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. 40 + 7 is 47. അതുകൊണ്ട് നിയ ഗോട്ട് 47 പോയിന്റ്സ്. സെക്കൻഡ് ഗെയിമിൽ നിയ ഗോട്ട് 44 പോയിന്റ്സ്. സോഹൻ ഗോട്ട് 14 പോയിന്റ്സ് ലെസ് ദാൻ നിയ. ലെസ് എന്നത് കുറവ് എന്നാണ്. അതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. 44 - 14 is 30. അതുകൊണ്ട് സോഹൻ ഗോട്ട് 30 പോയിന്റ്സ്. തേർഡ് ഗെയിമിൽ അവർക്ക് 2 പേർക്കും കൂടി കിട്ടിയ പോയിന്റ്സ് 50ൽ കുറവാണ്. അവരുടെ പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. ഇതിന് പല ശരിയായ ആൻസേഴ്സ് ഉണ്ടാകാം. ഒരു എക്സാമ്പിൾ നോക്കാം. നിയ ഗോട്ട് 28 പോയിന്റ്സ്. സോഹൻ ഗോട്ട് 18 പോയിന്റ്സ്. 28 + 18 is 46. 46 is less than 50. 28 - 18 is 10. അതുകൊണ്ട് നിയ 28, സോഹൻ 18 എന്നത് ഒരു ശരിയായ ആൻസറാണ്. ഇനി ഡെക്കറേഷൻ എന്ന ആക്ടിവിറ്റി നോക്കാം. നിയയും സോഹനും കളേർഡ് പേപ്പർ ഉപയോഗിച്ച് ഷേപ്സ് മുറിച്ച് ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഒരു സ്റ്റാറിന് 10 പോയിന്റ്സ് ആണ്. ഒരു സ്ക്വയറിന് 1 പോയിന്റ് ആണ്.
ആദ്യം NIYAയുടെ ഷേപ്സ് കൗണ്ട് ചെയ്യാം. NIYAക്ക് 5 stars ഉണ്ട്. 5 stars means 5 tens. 5 tens is 50. NIYAക്ക് 4 squares ഉണ്ട്. 4 squares means 4 ones. 50 plus 4 is 54. അതുകൊണ്ട് Nia got 54 points. ഇനി SOHA ന്റെ ഷേപ്സ് കൗണ്ട് ചെയ്യാം. SOHA നാക്ക് 4 stars ഉണ്ട്. 4 stars means 40 points. SOHA നാക്ക് 2 squares ഉണ്ട്. 2 squares means 2 points. 40 plus 2 is 42. അതുകൊണ്ട് Sohan got 42 points. Who got more? 54 is greater than 42. അതുകൊണ്ട് Nia got more points. How many more? 54 minus 42 is 12. NIYAക്ക് SOHA നെക്കാൾ 12 points കൂടുതലുണ്ട്. പോയിന്റ്സ് ഈക്വൽ ആക്കാൻ സോഹൻ എത്ര ഷേപ്സ് കൂടി കട്ട് ചെയ്യണം? SOHA എനിക്ക് 12 points കൂടി വേണം. 1 star gives 10 points. 2 squares give 2 points. 10 plus 2 is 12. അതുകൊണ്ട് സോഹാൻ 1 star and 2 squares കൂടി കട്ട് ചെയ്യണം. ഇനി വാട്ട്സ് ദി ഏജ് എന്ന ആക്ടിവിറ്റി നോക്കാം. ഒരു കുട്ടി അമ്മയോട് ചോദിക്കുന്നു, മദർ, ഹൗ ഓൾഡ് ആർ യു? മദർ സേസ്, I am 40 years old. അതുകൊണ്ട് മദേഴ്സ് ഏജ് ഇസ് 40 years. കുട്ടി ഫാദറിനോട് ചോദിക്കുന്നു, ഫാദർ, വാട്ട് ഈസ് യുവർ ഏജ്? ഫാദർ പറയുന്നു, I am 5 years older than mother. മദർക്ക് 40 years ആണ്. ഫാദർക്ക് മദറിനേക്കാൾ 5 years കൂടുതലാണ്. 40 plus 5 is 45. അതുകൊണ്ട് ഫാദർ is 45 years old. മിഹൽ is 3 years old. നിയ is twice as old as മിഹൽ. Twice എന്നത് 2 ഇരട്ടി എന്നാണ്. 3 plus 3 is 6. അല്ലെങ്കിൽ 3 multiplied by 2 is 6. അതുകൊണ്ട് നിയ is 6 years old. ഇനി 5 years കഴിഞ്ഞാൽ എല്ലാവരുടെയും ഏജ് എത്രയാകുമെന്ന് നോക്കാം. ആഫ്റ്റർ 5 years എന്നതിനാൽ എല്ലാവരുടെയും ഇപ്പോഴത്തെ ഏജിനോട് 5 ആഡ് ചെയ്യണം. മദർ is now 40 years old. 40 plus 5 is 45. After 5 years, mother will be 45 years old. Father is now 45 years old. 45 plus 5 is 50. After 5 years, father will be 50 years old. Nia is now 6 years old. 6 plus 5 is 11. After 5 years, Nia will be 11 years old. Mihal is now 3 years old. 3 plus 5 is 8. After 5 years, Mihal will be 8 years old. Father ഇപ്പോഴും മദറിനേക്കാൾ 5 years older ആണ്. 50 minus 45 is 5. പക്ഷേ നിയ ഇപ്പോൾ MIHA ലെന്റെ ട്വൈസ് ഏജ് അല്ല. നിയ is 11 and Mihal is 8. 11 is not twice 8. ഇനി നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ നെയിംസും ഏജസും ടേബിളിൽ എഴുതുക. ഇനി കമ്പ്യൂട്ടർ ഗെയിം നോക്കാം. കമ്പ്യൂട്ടർ സ്ക്രീൻ നമ്പേഴ്സ് ഒരു നമ്പർ ചാർട്ടായി നൽകിയിരിക്കുന്നു. 23ന്റെ ജസ്റ്റ് ആഫ്റ്റർ വരുന്ന നമ്പർ ഏതാണ്? 23 കഴിഞ്ഞ് 24 വരും. ആൻസർ ഇസ് 24. 15ന്റെ ജസ്റ്റ് ബിഫോർ വരുന്ന നമ്പർ ഏതാണ്? 15ന്റെ തൊട്ടു മുമ്പ് 14 ആണ്. ആൻസർ ഇസ് 14. 29ന്റെ അബവ് ഉള്ള നമ്പർ ഏതാണ്? നമ്പർ ചാർട്ട് 29ന്റെ മുകളിൽ 19 ആണ്. ആൻസർ ഇസ് 19. 39ന്റെ ബെലോ ഉള്ള നമ്പർ ഏതാണ്? 39ന്റെ താഴെ 49 ആണ്. ആൻസർ ഇസ് 49. ഇനി 13, 33, 36, 46 and 49 എന്നിവ ശരിയായ എംപ്റ്റി ബോക്സസിൽ എഴുതണം. 23ന്റെ മുകളിലുള്ള ബോക്സിൽ 13 എഴുതണം. 23ന്റെ താഴെയുള്ള ബോക്സിൽ 33 എഴുതണം. 35ന്റെ വലതുവശത്തുള്ള ബോക്സിൽ 36 എഴുതണം. 36ന്റെ താഴെയുള്ള ബോക്സിൽ 46 എഴുതണം. 39ന്റെ താഴെയുള്ള ബോക്സിൽ 49 എഴുതണം. ഓർക്കുക, റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 1 കൂടുന്നു, ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ 1 കുറയുന്നു, ബെലോ പോകുമ്പോൾ 10 കുറയുന്നു, എബോവ് പോകുമ്പോൾ 10 കുറയുന്നു. ഇനി നമ്പർ കാർഡ്സ് ആക്ടിവിറ്റി നോക്കാം. ഓരോ കുട്ടിയുടെയും നമ്പർ കാർഡ് അതിന്റെ നമ്പർ നെയിമിനോട് മാച്ച് ചെയ്യണം. 30 എന്ന നമ്പർ നെയിം 30 എന്ന നമ്പറുമായ 30യോട് മാച്ച് ചെയ്യണം. 49 എന്ന നമ്പർ നെയിം 49 എന്ന നമ്പറുമായ 49നോട് മാച്ച് ചെയ്യണം. 21 എന്ന നമ്പർ നെയിം 21 എന്ന നമ്പറുമായ 21നോട് മാച്ച് ചെയ്യണം. 37 എന്ന നമ്പർ നെയിം 37 എന്ന നമ്പറുമായ 37നോട് മാച്ച് ചെയ്യണം. 18 എന്ന നമ്പർ നെയിം 18 എന്ന നമ്പറുമായ 18നോട് മാച്ച് ചെയ്യണം. കറക്റ്റ് പെയർസ് ഒരിക്കൽ കൂടി പറയാം. 30, 30, 49, 49, 21, 21, 37, 37, 18, 18. ഇനി താഴെയുള്ള കുട്ടികളുടെ കാർഡ്സ് നമ്പേഴ്സ് എഴുതാം. ലെഫ്റ്റ് സൈഡ് മുതൽ റൈറ്റ് സൈഡ് വരെ എഴുതേണ്ട നമ്പേഴ്സ് 30, 49, 21, 37 and 18. ഇനി ഈ നമ്പർ സ്മോളസ്റ്റ് ടു ബിഗസ്റ്റ് ആയി എഴുതാം. നമ്പേഴ്സ് ആർ 30, 49, 21, 37 and 18. Smallest number is 18. Next is 21. Then 30.
then 37. Biggest number is 49. Correct order is 18, 21, 30, 37, 49. ഇനി മേക്ക് പെയർസ് എന്ന ആക്ടിവിറ്റി നോക്കാം. സെയിം വാല്യൂ ഉള്ള കാർഡ്സ് തമ്മിൽ ജോയിൻ ചെയ്യണം. ആദ്യം ടെൻസ് ആൻഡ് വൺസ് ഓർക്കാം. 10 ones make 110. 4 tens means 40. അതുകൊണ്ട് 4 tens and 40 ones ഒരു പെയറാണ്. 4 tens and 6 ones എന്നത് 40 plus 6 ആണ്. 40 plus 6 is 46. അതുകൊണ്ട് 4 10 6 ones and 46 ones ഒരു പെയറാണ്. 31 ones എന്നത് 31 ആണ്. 31ൽ 3 tens and 1 1 ഉണ്ട്. അതുകൊണ്ട് 31 ones and 3 tens 1 1 ഒരു പെയറാണ്. 110 and 9 ones എന്നത് 10 plus 9 ആണ്. 10 plus 9 is 19. അതുകൊണ്ട് 110 9 ones and 19 ones ഒരു പെയറാണ്. 2 tens and 8 ones എന്നത് 20 plus 8 ആണ്. 20 plus 8 is 28. അതുകൊണ്ട് 2 tens 8 ones and 28 ones ഒരു പെയറാണ്. 44 ones എന്നത് 44 ആണ്. 44ൽ 4 tens and 4 ones ഉണ്ട്. അതുകൊണ്ട് 44 ones and 4 tens 4 ones ഒരു പെയറാണ്. ഇനി കറക്റ്റ് പെയർസ് ഒരിക്കൽ കൂടി പറയാം. 4 tens and 40 ones, 4 tens 6 ones and 46 ones, 31 ones and 3 tens 1 1, 110 9 ones and 19 ones, 2 tens 8 ones and 28 ones, 44 ones and 4 tens 4 ones. ഇനി ലെറ്റ്സ് മേക്ക് ഗ്രൂപ്പ്സ് എന്ന ആക്ടിവിറ്റി നോക്കാം. സെയിം നമ്പർ ലഭിച്ച കാർഡ്സ് ഒരേ ഗ്രൂപ്പിൽ ചേർക്കണം. ആദ്യം ഓരോ കാർഡിന്റെയും വാല്യൂ കണ്ടെത്താം. 48 means 48. 20 and 16 means 20 plus 16. 20 plus 16 is 36. 25 means 25. 40 means 40. 2 less than 50 means 50 minus 2. 50 minus 2 is 48. 4 tens and 8 ones means 40 plus 8. 40 plus 8 is 48. 4 tens means 40. 20 and 5 means 20 plus 5. 20 plus 5 is 25. 10 and 15 means 10 plus 15. 10 plus 15 is 25. അടുത്ത പേജിൽ കുറച്ച് കാർഡ്സ് കൂടിയുണ്ട്. 30 and 6 means 30 plus 6. 30 plus 6 is 36. 20 added to 20 means 20 plus 20. 20 plus 20 is 40. 48 means 48. 36 means 36. ഇനി സെയിം വാല്യൂ ഉള്ള കാർഡ്സ് 4 ഗ്രൂപ്പ്സായി തിരിക്കാം. ഗ്രൂപ്പ് 1 is the 48 group. ഈ ഗ്രൂപ്പിൽ എഴുതേണ്ട കാർഡ്സ് 48. 2 less than 50. 4 tens and 8 ones and 48. ഇവയെല്ലാം 48 ആണ്. ഗ്രൂപ്പ് 2 is the 36 group. ഈ ഗ്രൂപ്പിൽ എഴുതേണ്ട കാർഡ്സ് 20 and 16, 36, 30 and 6 and 36. ഇവയെല്ലാം 36 ആണ്. ഗ്രൂപ്പ് 3 is the 40 group. ഈ ഗ്രൂപ്പിൽ എഴുതേണ്ട കാർഡ്സ് 40, 4 tens, 40 and 20 added to 20. ഇവയെല്ലാം 40 ആണ്. ഗ്രൂപ്പ് 4 is the 25 group. ഈ ഗ്രൂപ്പിൽ എഴുതേണ്ട കാർഡ്സ് 25, 25, 20 and 5 and 10 and 15. ഇവയെല്ലാം 25 ആണ്. ഇപ്പോൾ ഗ്രൂപ്പ്സിലുള്ള നമ്പേഴ്സ് നോക്കാം. 48, 36, 40 and 25. Which is the largest number? The largest number is 48. Which is the smallest number? The smallest number is 25. Very good, children. ഇന്നത്തെ ആക്ടിവിറ്റീസിൽ നമ്മൾ ഫോർവേഡ് കൗണ്ടിംഗ്, ബാക്ക്വേർഡ് കൗണ്ടിംഗ്, മിസ്സിംഗ് നമ്പേഴ്സ്, ഫ്രൂട്ട്സ് കൗണ്ടിംഗ്, അഡിഷൻ, സബ്ട്രാക്ഷൻ, മോർ, ലെസ്, ഏജസ്, നമ്പർ നെയിംസ്, ടെൻസ് ആൻഡ് വൺസ്, ബിഫോർ, ആഫ്റ്റർ, അബവ്, ബിലോ, ലാർജസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ, സെയിം നമ്പേഴ്സ് ഗ്രൂപ്പിംഗ് എന്നിവ പഠിച്ചു. എല്ലാവരും ആക്ടിവിറ്റീസ് ശ്രദ്ധയോടെ പൂർത്തിയാക്കുക. താങ്ക് യു, ചിൽഡ്രൻ. See you in the next class. Bye.